വയനാടിൻ്റെ കണ്ണീരൊപ്പാനും പുനരധിവാസത്തിനും നമുക്കൊന്നായി നിൽക്കാം. സഹജാതരില്ലാതെ ഒരു പുലർവേള ഒന്നായി നേരിടാം, തണലായി തുണയാ കേരളമേ പോരൂ. അതിരാകെ മായുന്ന പ്രളയാന്ധഗാഥ കേരളമേ പോരൂ. വയനാടി നാടിൻ്റെ മുറിവായി മാറി കഥനമായി കബനി കവിഞ്ഞു, കഥനമായി കബനി കവിഞ്ഞു. ഒരു മാത്ര കൺ തുറന്നപ്പോൾ അതിവേഗമെല്ലാം പൊലിഞ്ഞു. ഒരു വാക്കിനാലും പകർത്താനരുതാത്ത നോവാണു നെഞ്ചിൽ, തീയാണു നെഞ്ചിൽ. കണ്ണീരുപോലെ മിണ്ടാതെ മിണ്ടും ഉള്ളിൻ്റെ പാട്ടൊന്നിതാ, ചങ്കിലെ പാട്ടൊന്നിതാ, ചങ്കിലെ പാട്ടൊന്നിതാ. സഹജാതരില്ലാതെ ഒരു പുലർവേള അതിരാകെ മായുന്ന പ്രളയാന്തഗാഥ ഒന്നായി നേരിടാം, തണലായി തുണയായി കേരളമേ പോരൂ. കലികാലമേഘങ്ങൾ മൃതി നൃത്തമാടി മലമേടിൻ മുടിയുലച്ചാടി. ഒരുപാടു ജന്മങ്ങൾ ഒഴുകിക്കലങ്ങി കബനി നിണച്ചോലയായി. ഒന്നു പറയാതെ വന്നു മരണം വിഴുങ്ങി, നിലയറ്റ കയമായി ഭൂമി. എവിടെയാണെന്നറിവില തിരയുന്നു ജീവന്റെ സ്പന്ദം. കേരളമേ പോരൂ, കേരളമേ പോരൂ. ഒന്നായി നേരിടാം, തണലായി തുണയായി. ഒന്നായി നേരിടാം, തണലായി തുണയായി കേരളമേ പോരൂ. കേരളമേ പോരൂ. ദുരന്തത്തിൽ നിന്നും വയനാടിനെ കൈപിടിച്ചുയർത്താൻ സന്നദ്ധരായി കേരളമാകെ ഒത്തുചേരുന്നൊരു കാഴ്ചയാണ്, അഭിമാനകരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക്
നമ്മുടെ രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും ഒരു മാതൃകയാക്കാവുന്ന ഒരു പുനരധിവാസ കേന്ദ്രം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ഇതിന് ഏറ്റവും നല്ല വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് നൽകുക, അല്ലെങ്കിൽ കലക്ട്രേറ്റുകളിൽ ചെക്ക് മുഖേനയോ ഡ്രാഫ്റ്റ് മുഖേനയോ നൽകുക. നാടിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചവരാണ് നിങ്ങൾ. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലെല്ലാം നാടിനൊപ്പം നിന്നവരുമാണ്. ഈ ഘട്ടത്തിലും നിങ്ങളുടെ സജീവമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുകയാണ്.